സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. സർ, സംസ്ഥാനത്ത് പുതുതായി RRTകൾ അനുവദിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം എൻ്റെ നിയോജകമണ്ഡലത്തിലെ വണ്ടമ്പതാൽ കേന്ദ്രമാക്കി ആരംഭിക്കാനാണ് എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കുക. അതോടൊപ്പം എൻ്റെ നിയോജകമണ്ഡലത്തിലെ വനമേഖലയുമായി അതിർത്തിയുള്ള പ്രദേശങ്ങളിൽ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള ഫണ്ട് ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ച് ഫെൻസിങ് സ്ഥാപനം ഉടൻ ആരംഭിക്കുമോ എന്ന് വ്യക്തമാക്കാം. സർ, ബഹുമാനപ്പെട്ട മെമ്പറുടെ ചോദ്യം ഇന്ന് വന്ന ചോദ്യത്തിൻ്റെ സ്പിരിറ്റുമായി യോജിക്കുന്നില്ല. ഇന്ന് വന്ന ചോദ്യം തികച്ചും വ്യത്യസ്തമായ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന, ജൈവവൈവിധ്യ മേഖലയെ സംരക്ഷിക്കുന്ന, ഇക്കോസിസ്റ്റത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അത്തരം ചോദ്യങ്ങളാണ് ഞാൻ എന്നിരുന്നാലും ബഹുമാനപ്പെട്ട മെമ്പർ ഈ സഭയിൽ ഉന്നയിച്ച സാഹചര്യത്തിൽ RRTകളെ അനുവദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ധനവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞങ്ങൾ 10-12 ആവശ്യപ്പെട്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ 7 അനുവദിച്ചത്. ബഹുമാനപ്പെട്ട ധനമന്ത്രി ഉദാരമായ നയം സ്വീകരിക്കുമെങ്കിൽ ഒരു 3-4 കൂടി കിട്ടിയാൽ മെമ്പർമാരുടെ പരാതികൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ കാര്യത്തിൽ അങ്ങയുടെ സവിശേഷ പരിഗണന ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇതിനകം തന്നെ ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സർ, ഇപ്പോൾ നേരത്തെ ഉള്ളതുപോലെയല്ല സർ, വലിയ മാറ്റം വനമേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരും നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നത്, അവർ കഴിവിനൊത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു മെമ്പർ ചൂണ്ടിക്കാണിച്ചതുപോലെ അവർക്ക് ആവശ്യമായ ഉപകരണങ്ങളും സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലായിരുന്നു. ആ നടപടികളിലേക്കും ഇപ്പോൾ പോയി വനസേനയെ ശക്തിപ്പെടുത്തി, വനമേഖലയെ ശക്തിപ്പെടുത്തി, കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്ന വിധത്തിലുള്ള നടപടികൾക്ക് എല്ലാ പരിഗണനയും നൽകിക്കൊണ്ട് ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോകുമെന്ന് സഭയ്ക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു.